നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് ബിരിയാണിയാണ്. നമുക്ക് കുക്കറൊന്നും ഇല്ലാതെ തന്നെ ഒരു പാനിൽ ഇത് അടിപൊളിയായിട്ട് വളരെ എളുപ്പമുള്ള സ്റ്റെപ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. ഞാനിവിടെ ഒരു 2 കപ്പ് ബാസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ റൈസിലാണ് നമ്മളിന്ന് ബിരിയാണി റെഡിയാക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ജീരക സാമ്പാർ റൈസിലും ചെയ്യാം. ഞാനിന്നിവിടെ ബാസ്മതി റൈസിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ്. ഞാനത് വീട്ടിൽ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 7-8 വെളുത്തുള്ളിയും 2 പച്ചമുളകും അരച്ചതാണ്. പിന്നെ ഒരു 1/4 കപ്പ് തൈര് വേണം. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് വേണം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 നാരങ്ങയും ഹോൾ സ്പൈസസും എടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രാമ്പു, ഏലക്ക, ജീരകം, കറുവാപ്പട്ട, ബേ ലീഫ്, അതേപോലെ കുറച്ച് പെരുംജീരകം. ഇത്രയാണ് ഞാൻ ഹോൾ സ്പൈസസ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി മസാല വറുത്ത് പൊടിച്ച് ചേർക്കണം. ഞാനിവിടെ വീട്ടിൽ തന്നെ ബിരിയാണി മസാല ചെയ്താണ് ചേർക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. അതിനുവേണ്ടി 1 ടീസ്പൂൺ മല്ലിയും 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 6 ഏലക്കായ, 6 ഗ്രാമ്പു, 1 സ്റ്റാർ അനീസ്, 4-5 കഷ്ണം കറുവപ്പട്ട. ഇത്രയും സാധനങ്ങൾ വറുത്ത് പൊടിച്ചാണ് നമ്മൾ ഈ ബിരിയാണി മസാല റെഡിയാക്കുന്നത്. ഞാനിത് എല്ലാം കൂടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ നല്ല പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് തരി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിതെല്ലാം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എണ്ണ ഒട്ടും ഒഴിക്കാതെ നമ്മളൊരു 2-3 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത മസാലയാണ്. അത് പൊടിച്ച് നമ്മൾ ബിരിയാണി മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും മതിയാവും. ഇതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഉപ്പൊക്കെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഉടയാതെ സൂക്ഷിക്കണേ. നമ്മൾ ഈ മിക്സ് ചെയ്ത് ഇത് ചെറുതായിട്ട് എണ്ണയിലൊന്ന് വറുത്താണ് ഈ ബിരിയാണിയിൽ ചേർക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ നേരിട്ട് വേണമെങ്കിലും ഈ പുഴുങ്ങിയ മുട്ട ചേർത്തും ഈ ബിരിയാണി റെഡിയാക്കാം. പക്ഷെ ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ബിരിയാണി റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഏറെ എണ്ണ ഒഴിക്കണേ. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റണം. നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് ഒരു 2 മീഡിയം സൈസ് സവാളയാണ്. അതിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. നമ്മളിതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണം, കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളിത് ലാസ്റ്റിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ സവാളയൊക്കെ പെർഫെക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് വറുത്തെടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന
എഗ്ഗ് ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് എല്ലാ സൈഡും ഒന്ന് ജസ്റ്റ് നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതങ്ങനെ ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നമുക്കിതിൻ്റെ പുറം ഭാഗം ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതിങ്ങനെ ഓരോ ഭാഗവും നമ്മൾ തിരിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് ബാക്കിയുള്ള ഭാഗമെല്ലാം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊടിയൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗവും നമുക്കൊന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിങ്ങനെ മസാലയൊക്കെ പുരട്ടി ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് പുരട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മുട്ടയൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ, ഞാനിത് ഒരുപാടങ്ങ് ഫ്രൈ ആക്കിയിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുന്ന വരെ മാത്രമേ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുന്ന മുട്ടയിൽ ബിരിയാണി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് ഉണ്ട്, ഗ്രാമ്പു, പട്ട, ഏലക്കായ, കുറച്ച് ജീരകം, കുറച്ച് പെരുംജീരകം, എല്ലാം ഒരു 1/4 ടീസ്പൂൺ അടുത്ത് വീതമാണ് പെരുംജീരകവും ജീരകവും ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാമേ. ഇപ്പം നിങ്ങൾക്ക് എണ്ണ ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടെ ചേർത്തിട്ട് ഈ ബിരിയാണി ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതൊരല്പം ഉപ്പ് കൂടെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ടുള്ള പേസ്റ്റ് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഒരു 2-3 പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്തിടാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയിൽ നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളെപ്പോഴും ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രഷായിട്ട് അരച്ച് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 മുതൽ 3 ടീസ്പൂൺ വരെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോവും. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ നമുക്കിതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഫ്രഷായിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി മസാല കൂടെ ചേർക്കാം. ഈ ബിരിയാണി മസാലയുടെ പകുതി ഭാഗം മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. ഈ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. നല്ലൊരു സോഫ്റ്റായിട്ട് വരുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ തക്കാളി എണ്ണയിൽ കിടന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം ഒന്ന് ലോയിൽ ഇട്ടിട്ട് വേണം ഈ തൈരൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തൈര് ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ചാണ് ചേർക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഉടച്ച് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും പുളിയൊക്കെ ആദ്യം വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. അതിനുശേഷം ടേസ്റ്റ് നോക്കിയിട്ട് പിന്നീട് നമുക്ക് ചേർക്കാം. നാരങ്ങ നീരൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് നമ്മുടെ ഗ്രേവി ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസിന് 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ബാസ്മതി റൈസിൻ്റെയൊക്കെ ചില ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും. അതൊന്ന് നോക്കിയിട്ട് വേണേൽ ചെയ്യാൻ. ഇനി നമുക്ക് ബാക്കിയുള്ള ബിരിയാണി മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതോടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും അരിയൊന്നും ഒട്ടും ഉടയാതെ സൂക്ഷിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ മസാലയോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരല്പം നാരങ്ങ നീരോട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മളൊരു ലിഡ് വെച്ചിത് മൂടിയിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചില റൈസൊക്കെ ഈ സമയം തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഞാനിവിടെ എടുക്കുന്ന റൈസ് സാധാരണ ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ ഏത് ബിരിയാണി ആണെങ്കിലും ഇതേപോലെ 10 മിനിറ്റ് ആദ്യം വേവിച്ചിട്ട് അതിനുശേഷം സിമ്മിലിട്ടിട്ട് വീണ്ടും ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കും. അപ്പോൾ ഇതാദ്യം 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമ്മൾ ലോ ഫ്ലെയിമിലോ സിമ്മിലോ വെച്ചിട്ട് 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ ലിഡിലൊരു ഹോളുണ്ട്. അതിൽ നിന്ന് പ്രഷർ പുറത്തോട്ട് പോവാതിരിക്കാനായിട്ട് ഞാനൊരു ഗ്രാമ്പു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആവിയിലിരുന്ന് തന്നെ ഇത് നല്ലതുപോലെ ബാക്കി കൂടെ വേവും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ബിരിയാണിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ റൈസൊക്കെ കിടിലനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞിട്ടില്ല. ചോറൊക്കെ ഒന്നിൽ തൊടാതെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റൈസ് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആദ്യം 10 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ എഗ് ബിരിയാണി എത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന്. നമ്മൾ വീട്ടിൽ ഫ്രഷായിട്ട് ചേർത്തിരിക്കുന്ന മസാലയാണ് നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും തരിക. നോക്ക്, ചോറൊക്കെ എത്ര പെർഫെക്റ്റായിട്ട് ഒന്നിൽ തൊടാതെ വന്നിട്ടുണ്ടെന്ന്. അത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ചില സമയത്ത് നമ്മൾ കുക്കറിലൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കൊരു ഇത്തിരി ടൈം ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ അടുപ്പിൽ വെച്ച് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. കുക്കറിൽ ചെയ്താലും നല്ല ടേസ്റ്റായിട്ട് തന്നെ ഈ ബിരിയാണി വരും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ രീതിയിൽ എഗ് ബിരിയാണി ഒന്ന് റെഡിയായി നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്